നമസ്കാരം. ജോസഫ് സി മാത്യു എന്ന സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകനെ പ്രേക്ഷകർക്ക് അറിയാമല്ലോ. അദ്ദേഹം കൂടുതലും ചർച്ചകളിൽ പങ്കെടുക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന മാധ്യമത്തിലാണ്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ വിലയിരുത്തലുകൾ, അദ്ദേഹം രാഷ്ട്രീയമായിട്ടും സാമൂഹ്യമായിട്ടും ഒക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ വിലയിരുത്തുന്ന വ്യക്തിയാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ പോലും അദ്ദേഹം വളരെ കൃത്യമായി പഠിച്ച് കാര്യങ്ങൾ പറയുന്നയാളാണ്. അദ്ദേഹത്തിന്റെ പല ചോദ്യങ്ങൾക്കും പല രാഷ്ട്രീയ ന്യായീകരണ തൊഴിലാളികൾക്കും ഉത്തരം മുട്ടുന്ന കാഴ്ചകൾ നമ്മൾ എന്നും കാണുന്നതാണ്. അതുപോലെ തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ, അതുപോലെ ശ്രീജിത്ത് പണിക്കർ തുടങ്ങിയ ആളുകൾ കൃത്യമായി പഠിച്ച് വസ്തുതാപരമായി കാര്യങ്ങൾ പറയുന്നയാളാണ്. അത് കൃത്യവുമായിരിക്കും, അവരുടെ നിരീക്ഷണം കൃത്യമായിരിക്കും. കഴിഞ്ഞ ദിവസം ശ്രീ ജോസഫ് സി മാത്യു ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ആകെ 97 കോടി രൂപയാണ് കേന്ദ്രം കേരളത്തിന് നൽകാനുള്ളത് കണക്കും പ്രകാരം. അതായത് ആലോചിക്കുക, 3000, 4000, 5000 കോടി രൂപയുടെ കണക്കുകൾ പറയുന്നു. ഡൽഹിയിൽ പോയി സമരം ചെയ്യുന്നു പൈസ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട്. വയനാട് പാക്കേജിനെ കുറിച്ച് ഇവിടെ കിടന്ന് നിലവിളിക്കുന്നു. ഇവിടെ ആശാ വർക്കർമാർക്ക് ശമ്പളം കൊടുക്കാൻ നിവൃത്തിയില്ലാത്തത് കേന്ദ്രം തരാഞ്ഞിട്ടാണ് എന്ന് വീണ ജോർജ് ഉറക്കെ പറയുന്നു. ഡൽഹിയിൽ പോയി സമരം ചെയ്യുമെന്ന് പറയുന്നു. ഇവിടെ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ള, അത് കാലങ്ങളായി പറയുന്നതാണ് ചിറ്റമ്മ നയം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കൃത്യമായി കണക്കും പ്രകാരം ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇക്കാര്യങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കുകയും കൃത്യമായ കണക്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് സഹായവും ചെയ്തു കൊടുക്കാം, ഏത് രീതിയിലും കേരളത്തെ ചേർത്ത് പിടിക്കാം എന്ന് പലവട്ടം പറയുകയും ചെയ്തു. പക്ഷേ ഇല്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഈ കമ്മി നാറികൾ കാണിക്കുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ നടത്തുന്ന, പ്രത്യേകിച്ചും മന്ത്രിമാരടക്കം നടത്തുന്ന ചീഞ്ഞു നാറിയ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്രം അവഗണിക്കുന്നു എന്നുള്ള പതിവ് പല്ലവി എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ജോസഫ് സി മാത്യു ഈ കാര്യങ്ങൾ പറഞ്ഞത്. വെറും 97 കോടി രൂപയാണ് തരാനുള്ളത്. പിന്നെ BJPയോടും കേന്ദ്ര സർക്കാരിനോടുമുള്ള വിരോധം കൊണ്ടും ഒക്കെ കേരളത്തിലെ കുറെ ആളുകൾ ഇത് വിശ്വസിക്കുമായിരിക്കും. പക്ഷേ സത്യം ഇതാണ്. അപ്പം കൃത്യമായി പദ്ധതി പ്രകാരം കണക്കുകൾ നോക്കി ഇത്രയും കാലം കേരളത്തിന് കൃത്യമായ സാമ്പത്തിക വർഷത്തിൽ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ കൃത്യമായ ഇടവേളകളിൽ അനുവദിക്കേണ്ട പണം കൃത്യമായി തന്നെ കൊടുത്തുകൊണ്ട്, അത് അനുവദിച്ചു കൊടുത്തുകൊണ്ട്, പദ്ധതി ക്രമങ്ങളിൽ കേരളത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട്, മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം തന്നെ കേരളത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് വയനാട് പാക്കേജിനായുള്ള പ്രത്യേക പദ്ധതി ക്രമങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് മുന്നേറുന്ന കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ഇവിടുത്തെ കമ്മിനാറികളുടെ മുഖംമൂടി, ചീഞ്ഞിനാറിയ മുഖംമൂടി, വികൃതമായ മുഖംമൂടി അഴിഞ്ഞു വീഴുന്ന ഒരു പ്രസ്താവനയാണ് ശ്രീ ജോസഫ് സി മാത്യു നടത്തിയത്. കൃത്യമായി ഒരുത്തനും ഒരു കമ്മിക്കും ഇതിനൊന്നും ഉത്തരം പറയാനില്ല. കാരണം അദ്ദേഹം കണക്കുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അത് വ്യക്തമാക്കിയത്. അദ്ദേഹത്തിന്റെ കൃത്യമായ നിരീക്ഷണം, അദ്ദേഹം ഇവിടെ ചെലവായ തുകയും അല്ലെങ്കിൽ പദ്ധതി വിഹിത പ്രകാരമുള്ള തുകയും അതിന്റെ ശതമാനവും, ഇവിടുന്ന് കേരളം അങ്ങോട്ട് കൊടുക്കേണ്ട നികുതിയും, അവിടുന്ന് സംസ്ഥാനത്തിന് അനുവദിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ 97 രൂപയുടെ കണക്കുകൾ ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞത്. അദ്ദേഹത്തെ നമുക്ക് സമ്പൂർണ്ണമായി വിശ്വസിക്കാം. കാരണം കാര്യമാത്ര പ്രസക്തമായി കണക്കുകളുടെ സഹായത്തോടെ, കണക്കുകൾ മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്ന, കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കുന്ന നിരീക്ഷകനാണ് ജോസഫ് സി മാത്യു. അദ്ദേഹത്തോട് ഇവിടുത്തെ കമ്മികൾക്കൊന്നും മറുപടിയില്ലായിരിക്കും. അങ്ങനെയാണ് പതിവ്. ഇങ്ങനെയുള്ള ആളുകൾ ചർച്ചയിൽ പങ്കെടുത്താൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ CPM-കാർ പങ്കെടുക്കില്ല. കാരണം അവർക്ക് മറുപടിയില്ല പലതിനും. അഡ്വക്കേറ്റ് ജയശങ്കർ ഉണ്ടെങ്കിൽ ഏഷ്യാനെറ്റ് ചർച്ചയിൽ പങ്കെടുക്കില്ല. ശ്രീ വിനു വി ജോൺ അവതരിപ്പിച്ചാൽ ചർച്ചയിൽ പങ്കെടുക്കില്ല. ഇനിയിപ്പോൾ ജോസഫ് സി മാത്യു പാനലിൽ ഉണ്ടെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന തീരുമാനം ഉടൻ തന്നെ CPM-ന്റെ ഈ നേതാക്കളിൽ നിന്ന് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കൃത്യമായി കാര്യങ്ങൾ പറയണം, കൃത്യമായി കണക്കുകൾ രേഖപ്പെടുത്തണം, കൃത്യമായി കണക്കുകൾ മുമ്പോട്ട് വയ്ക്കണം. അല്ലാതെ പൊട്ടത്താപ്പ് കണക്കും, ജനങ്ങളെ പറ്റിക്കുന്ന, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന കണക്കുകളുമായി പറഞ്ഞാൽ പണ്ടത്തെ കാലമൊന്നുമല്ല. ഇന്ന് നിങ്ങളുടെ സഖാക്കൾ പോലും ഇതൊന്നും വിശ്വസിക്കില്ല എന്നുള്ള കാര്യം CPM-ലെ പ്രമുഖരായ നേതാക്കളും മന്ത്രിമാരും ഒന്ന് മനസ്സിലാക്കിയാൽ വളരെ സന്തോഷം. പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.